കരിപ്പൂരിൽ ഇന്നിറങ്ങേണ്ട 5 എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി. ദമാം, അബുദാബി, റാസൽ ഖൈമ, ഷാർജ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് എത്തേണ്ട വിമാനങ്ങളാണ് റദ്ദാക്കിയത്. കരിപ്പൂരിൽ നിന്ന് ഷാർജയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയിരിക്കുന്നു. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, എന്തുകൊണ്ടാണ് ഇത്രയധികം വിമാനങ്ങൾ ഒരുമിച്ച് റദ്ദാക്കിയത്? എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം അത് ഗൾഫ് മേഖലയിൽ തുടരുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. അത് കാരണം താറുമാറായ ഈ വിമാന സർവീസുകൾ നിലവിലുണ്ട്. അവ ക്രമീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ക്രമീകരണത്തിന്റെ ഭാഗമായാണ് ചില വിമാനങ്ങൾ റദ്ദാക്കുകയും അവയുടെ സമയം വൈകുകയും ചെയ്യുന്നത്. ഇപ്പോൾ കരിപ്പൂരിൽ എത്തേണ്ട 4 ഗൾഫ് രാജ്യങ്ങളിൽ എത്തേണ്ട 4 വിമാനങ്ങളാണ് എയർ ഇന്ത്യ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. IX 332 റാസൽ ഖൈമയിൽ നിന്നും വരേണ്ടത്, IX 348 അബുദാബിയിൽ നിന്നും വരേണ്ട വിമാനമാണ്. അതിന്ന് രാവിലെ 7:40 എത്തേണ്ടതാണ്. മറ്റൊന്ന് ദമാമിൽ നിന്നും രാവിലെ 9:20 എത്തേണ്ട IX 386 വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാവിലെ 9:45 ഷാർജയിൽ നിന്നും എത്തേണ്ട IX 352 വിമാനമാണ് റദ്ദാക്കിയിരുന്നത്. മറ്റൊന്ന് ഷാർജയിലേക്ക് പോകേണ്ട ഒരു വിമാനവും അതിന്ന് പുലർച്ചെ 12:40 പോകേണ്ടതായിരുന്നു. ആ വിമാനവും IX 350 റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കരിപ്പൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകേണ്ട ഒരു വിമാനവും എയർ ഇന്ത്യ എന്ന് റദ്ദാക്കിയിട്ടുണ്ട്. അത് രാവിലെ 6:40 പോകേണ്ട വിമാനമായിരുന്നു. ശാന്തകുമാർ, ഒരു സംശയം ഇപ്പോൾ പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നത് ഈ ബംഗളൂരുവിലേക്കുള്ള വിമാനം എന്തിനാണ് റദ്ദാക്കിയത് എന്നതിനെ പറ്റി കൂടുതൽ വിശദീകരണം ഉണ്ടോ? അത് ഈ ഗൾഫ് മേഖലയിൽ നിന്ന് വന്നതിന് ശേഷം പോകേണ്ട വിമാനമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മാറ്റം റദ്ദാക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്, കാര്യങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ കരിപ്പൂരിൽ ഇന്ന് ഇറങ്ങേണ്ട 5 എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ പശ്ചിമേഷ്യ ശാന്തമായെങ്കിൽ പോലും ഇപ്പോഴും ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. എയർ ഇന്ത്യ വിമാനങ്ങളാണ് 5 എണ്ണം കരിപ്പൂരിൽ ഇറങ്ങേണ്ടത് റദ്ദാക്കിയിരിക്കുന്നത്.